ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവിലേക്കും പുതിയൊരു ജന്മത്തിലേക്കുമാണ് കർക്കടക രാശിയിൽ വരുന്ന പൂയം നക്ഷത്രക്കാർ 2026 വിഷു മുതൽ കടന്നുപോകുന്നത്. ഏറെ നാളായി നിങ്ങളെ അലട്ടിയിരുന്ന അഷ്ടമശനി പൂർണ്ണമായും ഒഴിഞ്ഞുപോയിരിക്കുന്നു. നഷ്ടപ്പെട്ട ഭാഗ്യങ്ങളും സമാധാനവും തിരികെ ലഭിക്കുന്ന അപ്രതീക്ഷിതമായ ധനലാഭവും ഉന്നത വിദ്യാഭ്യാസ യോഗവും വിദേശയാത്രകളും സാധ്യമാകുന്ന ഒരു വിസ്മയകരമായ വർഷമാണിത്. വ്യാഴത്തിന്റെ അനുകൂലമായ മാറ്റം വലിയൊരു ഹംസയോഗം തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കും. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനും തൊഴിൽ രംഗത്ത് ഉന്നതിയിലെത്താനും അങ്ങനെ ഒട്ടേറെ വലിയ ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. ചുരുക്കത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതങ്ങൾക്കെല്ലാം പലിശ സഹിതം ഭാഗ്യം തിരികെ ലഭിക്കുന്ന പുതിയൊരു വർഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില സാങ്കേതിക കാരണങ്ങളാൽ വിഷുഫലം വീഡിയോ ഇടാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് കർക്കടക രാശിയിൽ വരുന്ന പൂയം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. മുൻകൂട്ടി കാര്യങ്ങളറിയാനും ഭാഗ്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും വരാനിരിക്കുന്ന ദോഷങ്ങളെ പ്രതിരോധിക്കാനും ഈ ജ്യോതിഷചിന്ത നിങ്ങളെ സഹായിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനവും മാറ്റങ്ങളും. ശനിയുടെ സഞ്ചാരം. അഷ്ടമശനി മാറി ഭാഗ്യശനി വരുന്ന സുവർണകാലം. കഴിഞ്ഞ കുറച്ചുകാലമായി പൂയം നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്ന വലിയ മാനസിക പ്രയാസങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഈ വർഷത്തോടെ പൂർണ്ണമായും അവസാനമാവുകയാണ്. ശനി നിങ്ങളുടെ 9ാം ഭാവമായ മീനത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ ഇതിനെ ഭാഗ്യസ്ഥാനം എന്നാണ് പറയുന്നത്. ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശയാത്രകൾക്കും പിതാവിൽ നിന്നോ പിതൃവഴിയിൽ നിന്നോ ഉള്ള സ്വത്തുക്കൾ ലഭിക്കാനും ശനി നിങ്ങളെ സഹായിക്കും. ദൈവവിശ്വാസം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഈ വർഷത്തെ ഏറ്റവും വലിയ സവിശേഷതയെന്തെന്നാൽ 2026 ജൂൺ 2-ന് ഈശ്വരാനുഗ്രഹത്തിന്റെ കാരകനായ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു എന്നതാണ്. ജന്മരാശിയിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥയെ വളരെ പ്രബലമായ ഒരു ഹംസയോഗം എന്നാണ് വിളിക്കുന്നത്. ഈ സമയം മുതൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിക്കും. സമൂഹത്തിൽ വലിയ അംഗീകാരവും സ്ഥാനമാനങ്ങളും തേടിയെത്തും. പഴയ പ്രതിസന്ധികളെല്ലാം മാറി ഏതു വലിയ കാര്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള ബുദ്ധിശക്തിയും കാര്യശേഷിയും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ചില ദോഷഫലങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2026 ഡിസംബർ വരെ രാഹു നിങ്ങളുടെ 8ാം ഭാവമായ കുംഭത്തിലാണ് നിൽക്കുന്നത്. ഇതിനെ അഷ്ടമരാഹു എന്ന് വിളിക്കുന്നു. അഷ്ടമരാഹു ഉള്ളതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലും പണമിടപാടുകളിലും നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. അറിയാത്ത മേഖലകളിൽ വലിയ തുക നിക്ഷേപിക്കാൻ പാടില്ല. എന്നാൽ ഡിസംബർ ആദ്യവാരം രാഹു നിങ്ങളുടെ 7ാം ഭാവമായ മകരത്തിലേക്ക് മാറുന്നതോടെ ഈ അസ്വസ്ഥതകൾ വലിയൊരു പരിധിവരെ കുറയുകയും ഭാഗ്യം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യും. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ. തൊഴിൽ, സാമ്പത്തികം. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം ഈ വർഷമുണ്ടാകും. പഴയ കടങ്ങൾ വലിയൊരു പരിധിവരെ തീർക്കാൻ സാധിക്കും. പല വഴികളിലൂടെ വരുമാനം വന്നു ചെയ്യും. സമൂഹത്തിലെ ഉന്നതരുമായുള്ള പുതിയ സൗഹൃദങ്ങൾ ബിസിനസ്സിൽ മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരും. മുൻപരിചയമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഭൂമി ഇടപാടുകളിൽ പണം നിക്ഷേപിക്കുന്നത് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. IT, സർക്കാർ, അധ്യാപന മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ പ്രമോഷൻ ലഭിക്കും. കുടുംബം, പ്രണയം, വിവാഹം. കുടുംബത്തിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സമാധാനം തിരികെ ലഭിക്കുകയും ചെയ്യും. അവിവാഹിതരായ പൂയം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ആലോചനകൾ വരികയും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. പ്രണയിക്കുന്നവർക്കും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും.
എന്നാൽ വർഷാവസാനം രാഹു 7-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ദമ്പതികൾക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ വരാം. തുറന്ന സംസാരത്തിലൂടെ അത് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്കും ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വിഷുക്കാലം അനുകൂല അവസരങ്ങളൊപ്പം പുതിയ അംഗീകാരങ്ങളും ബഹുമതികളും നൽകും. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാകും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും. ആരോഗ്യം. ഈ വർഷം ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് ആരോഗ്യകാര്യങ്ങൾക്കാണ്. അഷ്ടമരാഹുവുള്ളതിനാൽ അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചില സാഹചര്യങ്ങളിൽ വൈദ്യസഹായത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങളോ അലർജികളോ വന്നേക്കാം. അതുകൊണ്ട് ചെറിയ ശാരീരിക അസ്വസ്ഥതകളെ പോലും അവഗണിക്കരുത്. വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കൃത്യമായ മാസഫലങ്ങൾ. ഇനി ഓരോ സമയവും സൂര്യൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം നൽകുന്ന ഫലങ്ങൾ നോക്കാം. വിശദമായ മാസഫലങ്ങൾ. ഇനി നമുക്ക് ഈ വിഷുവർഷത്തിലെ ഓരോ മാസവും സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം പൂയം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. മേടം, അതായത് 2026 ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ വിഷുവിനോടനുബന്ധിച്ചുള്ള ഈ തുടക്കമാസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. സൂര്യൻ 10-ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. തൊഴിലന്വേഷകർക്ക് മികച്ച ജോലി ലഭിക്കാനും ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. സാമ്പത്തികമായി വളരെ മികച്ചൊരു മാസമാണിത്. ഇടവം, അതായത് 2026 മെയ് 15 മുതൽ ജൂൺ 14 വരെ സൂര്യൻ 11-ാം ഭാവമായ ലാഭസ്ഥാനത്തേക്ക് മാറുന്നു. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കും. ബിസിനസ്സിൽ നിന്ന് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കും. ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന പല ആഗ്രഹങ്ങളും ഈ മാസം സഫലമാകും. മിഥുനം, അതായത് 2026 ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ സൂര്യൻ നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഒപ്പം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ഉച്ചസ്ഥിതിയിലെത്തുന്ന മാസമാണിത്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. എന്നാൽ വ്യാഴം അനുകൂലമായതുകൊണ്ട് പ്രതിസന്ധികളെ വളരെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. കർക്കടകം, അതായത് 2026 ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെ സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴത്തോടൊപ്പം ചേരുന്ന മാസമാണിത്. ശാരീരികമായി ചെറിയ ക്ഷീണമോ ആലസ്യമോ തോന്നാമെങ്കിലും ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമുണ്ടാകില്ല. ഹംസയോഗത്തിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിച്ചു തുടങ്ങും. സമൂഹത്തിൽ നിങ്ങളുടെ വിലയും സ്വാധീനവും വർദ്ധിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂല സമയമാണ്. ചിങ്ങം, അതായത് 2026 ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ 2-ാം ഭാവത്തിലെ സൂര്യൻ നിങ്ങളുടെ ധൈര്യവും കാര്യശേഷിയും വർദ്ധിപ്പിക്കും. ഈ മാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിജയത്തിൽ കലാശിക്കും. സഹോദരങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്താനും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂവിലും മികച്ച വിജയം നേടാനും ഈ മാസം സാധിക്കും. തുലാം, അതായത് 2026 ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ സൂര്യൻ 4-ാം ഭാവത്തിൽ നീചസ്ഥിതിയിൽ നിൽക്കുന്ന മാസമാണിത്. വീടുപണിയുമായി ബന്ധപ്പെട്ടോ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടോ ചില തടസ്സങ്ങളോ അധിക ചെലവുകളോ വന്നേക്കാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോപ്പർട്ടി ഇടപാടുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക. വൃശ്ചികം, അതായത് 2026 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് മാറുന്നു.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ബിസിനസ്സിൽ ലാഭം നേടാം. ഷെയർ മാർക്കറ്റ് പോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന മാസമാണിത്. ഈ മാസത്തോടെ രാഹു നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് മാറുന്നതും ശ്രദ്ധേയമാണ്. ധനു, അതായത് 2026 ഡിസംബർ 16 മുതൽ 2027 ജനുവരി 13 വരെ. സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ മാസം നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും. കടബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ സാധിക്കും. ശത്രുശല്യവും രോഗദുരിതങ്ങളും കുറയും. കോടതി കേസുകളോ നിയമപരമായ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. മകരം, അതായത് 2027 ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെ. സൂര്യൻ 7ാം ഭാവത്തിലും ഒപ്പം രാഹു നിൽക്കുന്നതുമായ സമയമാണ്. ബിസിനസ് പങ്കാളികളുമായോ ജീവിത പങ്കാളിയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. പണമിടപാടുകളിൽ വ്യക്തത വരുത്തണം. യാത്രകളിൽ ശ്രദ്ധ ആവശ്യമാണ്. കുംഭം, അതായത് 2027 ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ. അഷ്ടമസ്ഥാനത്ത് അഥവാ 8ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന മാസമാണ്. ഈ മാസം പുതിയതും വലിയതുമായ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അനാവശ്യ യാത്രകൾ കർശനമായി ഒഴിവാക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കടുത്ത ജാഗ്രത വേണം. ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. മീനം, അതായത് 2027 മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെ. ഈ വിഷുവർഷത്തിൻ്റെ അവസാന മാസം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. 9ാം ഭാവത്തിൽ സൂര്യനും ശനിയും ചേരുന്ന സമയമാണിത്. മുൻമാസത്തെ ബുദ്ധിമുട്ടുകൾ മാറ്റി ഭാഗ്യം അനുകൂലമാകും. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ വലിയ പിന്തുണയും സഹായങ്ങളും ലഭിക്കും. മനസ്സമാധാനത്തോടെ ഒരു വർഷം പൂർത്തിയാക്കാൻ ഈ മാസം നിങ്ങളെ സഹായിക്കും. പരിഹാരങ്ങളും ഉപസംഹാരവും. ഈ മഹാഭാഗ്യങ്ങൾ പൂർണ്ണമായും അനുഭവിക്കാനും അഷ്ടമരാഹുവിൻ്റെ ദോഷങ്ങൾ മാറാനും പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ ഇവയാണ്. പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. അതിനാൽ വ്യാഴാഴ്ചകളിൽ ഉപവാസമെടുക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുന്നതും അത്യുത്തമമാണ്. കർക്കിടക രാശിയായതിനാൽ മാസത്തിലൊരിക്കൽ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചനയോ ധാരയോ നടത്തുക. അഷ്ടമരാഹുവിൻ്റെ ദോഷപരിഹാരമായി ദേഹരക്ഷയോ സർപ്പപ്രീതികരമായ വഴിപാടുകളായ ആയില്യപൂജ ചെയ്യുക. പാവപ്പെട്ടവർക്ക് മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമായോ ദാനം ചെയ്യുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. വരാൻ പോകുന്ന ഈ വിഷുവർഷം പൂയം നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും ആരോഗ്യവും വിജയവും ഉണ്ടാകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.